വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായിട്ടുള്ള മുന്തിരി വൈനാണ്. ഇത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ഞാൻ 21 ദിവസം കെട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കിലോ മുന്തിരി, വൈൻ ഉണ്ടാക്കാൻ വേണ്ടി കുരുവുള്ള മുന്തിരിയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊന്നുമില്ലാണ്ട് നല്ലതായിട്ട് തുടച്ചെടുത്തതാണ്. 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളം, ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ചെടുത്തതാണ്. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കറുവപ്പട്ട, 4 ഗ്രാമ്പു. വൈൻ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഭരണിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലെടുത്താലും മതി. ഈ ഭരണി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നല്ല നീറ്റായിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ള ഒട്ടും അഴുക്കൊന്നും പാടില്ല. ഈ ഭരണി ഒരു 60 വർഷം പഴക്കമുള്ളതാണ്. ഇതെൻ്റെ അമ്മൂമ്മയുടെ ഭരണിയാണിത്. ഇനി ഇതെങ്ങനെ ഇടുന്നത് നോക്കാം. ആദ്യമേ ഈ ഭരണിക്കകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം മുന്തിരി നന്നായി കഴുകി തുടച്ചതായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫംഗസ് പിടിക്കും. അപ്പം ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മുന്തിരി നല്ല പുളിയുള്ളതാണ്, അധികം മധുരമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കിലോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ 3/4 കിലോ ഒക്കെ ഇട്ടേച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1 കിലോ പഞ്ചസാര ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടണേണ്. ഇനി ചേർക്കുന്നത് ഈസ്റ്റ്, കറുവപ്പട്ട, ഗ്രാമ്പു. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒട്ടും ചൂടില്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെയാണ് കിടക്കുന്നത്. ഇനി ഇതിപ്പോൾ ഇളക്കമൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിന് ഒരു ചെറിയൊരു കിക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സൂചി ഗോതമ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക്. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നമ്മൾ കെട്ടിവെക്കുന്ന ടൈം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 2 മണിയാണ്. നാളെ ഇതേ സമയത്ത് തന്നെ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കണം. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് ഒരു അധികം വെളിച്ചമൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പോവാം. ഇപ്പോൾ അടുത്ത ദിവസം സെയിം ടൈം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ 2 മണിക്കാണ് ഇത് അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കണം. ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ തവി യൂസ് ചെയ്യാം. സ്റ്റീൽ തവി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ മരത്തവി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നേരത്തെ പോലെ തന്നെ അടച്ച് വെക്കാം. ഇനി ഇത് വീണ്ടും നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കാം. അടുത്ത ദിവസം അതേ സമയം തന്നെ ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ആ മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുക. ഇന്നലെ വെച്ച പോലെ തന്നെ അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് തന്നെ മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് 7 ദിവസം ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ 7ാമത്തെ ദിവസമേ കാണിക്കുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒത്തിരി കൂടിപ്പോകും. 7 ദിവസം വരെ ഏത് സമയത്താണോ നമ്മൾ ആദ്യം വൈൻ കെട്ടി വെച്ചത് ആ സമയത്ത് തന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ മൊത്തം 8 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടി വെച്ച അന്ന് തൊട്ട് ഇതിപ്പോൾ 8ാമത്തെ ദിവസം കേട്ടോ. കെട്ടിവെച്ച അന്ന് നമ്മൾ ഇളക്കിയിട്ടില്ല, പിന്നെ ഇളക്കാൻ തുടങ്ങിയത് 2ാമത്തെ ദിവസം തൊട്ടാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ 7ാമത്തെ ദിവസം ഞാൻ ഇതുപോലെ തന്നെ മരത്തവി വെച്ചിട്ട് ഇളക്കണേന്. ഇതുപോലെ ഇനി വീണ്ടും അതുപോലെ തന്നെ അടച്ചു വെക്കാം. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ അധികം വെളിച്ചമൊന്നും കൊള്ളാത്ത എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് നമ്മൾ 21 ദിവസമാണ് വൈൻ കെട്ടി വെക്കുന്നതെന്ന്. ഈ 21 ദിവസത്തിൽ ഇപ്പോൾ 8 ദിവസം കഴിഞ്ഞു. ബാക്കി ഇനി 13 ദിവസമാണ്. ഇനി ഇതൊരു 13 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊന്നും പോയി തുറന്നൊന്നും നോക്കല്ലേ, ഇത് എങ്ങനെയായെന്നൊന്നും അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ ഇനി 13 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഈ വൈൻ കെട്ടി വെച്ചിട്ട് ഇന്ന് 21ാമത്തെ ദിവസമാണ്. ഈ 21 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അന്ന് തൊട്ടുള്ളതാട്ടോ. ഇനി ഇത് തുറക്കാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് അരിക്കാം.
അപ്പോൾ ഞാൻ ആ മുന്തിരി എല്ലാം കൂടെ ഞാൻ ആ അരിപ്പ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് അതിൻ്റെ ജ്യൂസെല്ലാം താഴേക്ക് ഇറങ്ങിക്കോളും. ഇത് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരിക്കൽ ഞങ്ങളങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പിഴിയാതെ ഇങ്ങനെ എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മൾ നാടൻ മുന്തിരി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടി അതിൽ നിന്നെല്ലാം ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. മറ്റേ നമ്മൾ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വീർത്ത് തന്നെ കിടക്കത്തുള്ളൂ. അത് പൊട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാടൻ മുന്തിരി തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിൽ നിന്ന് ജ്യൂസൊക്കെ എല്ലാം വന്നു കഴിഞ്ഞു. ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത്. നല്ല കളറുണ്ട് ഇതിന്. ഇനി ഇതുപോലെ നമുക്ക് കിട്ടുന്ന മുന്തിരിക്ക് കളറില്ല എന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന വൈനും കളർ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട് എടുത്തിട്ട് വേവിച്ചിട്ട് ഒന്ന് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ആ ജ്യൂസ് നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്തല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇതിന് നല്ല കളറുണ്ടാവും. ഇപ്പം ഇതിന് നല്ല കളറുണ്ട്. ഇത് നല്ല കളറുള്ള മുന്തിരി തന്നെയായിരുന്നു. ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. അടിപൊളി. എനിക്ക് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് ഞാൻ വെള്ളം നിറച്ച് വെച്ചിരുന്നത്. അത് 1 ലിറ്റർ ആയിരുന്നു. അപ്പോൾ ബാക്കി എനിക്ക് 2 ബോട്ടിലും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയറിന് ഇതുപോലെ വൈൻ ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇനി സമയമുണ്ടല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നാളെ തന്നെ മുന്തിരി മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇതിപ്പോൾ നോർമലായിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള വൈനാണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.